അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വല്ലദീന തബഊഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുടുംബ സംഗമത്തിൽ ഇന്ന് പങ്കെടുക്കാൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞു. അതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മളെ കുടുംബങ്ങൾ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതിലൊന്ന് പങ്കെടുക്കണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ 14-ാം തീയതിയാണ് നമ്മൾ ഫിക്സ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് നമ്മളെ കുടുംബ ആളുകൾ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് പങ്കെടുക്കും. പക്ഷേ ഓഫീസിലെത്തിയപ്പോൾ പറഞ്ഞു കഴിയില്ല, കാരണം 56 ദിവസം അത് ലീവ് തരൂല, അതുകൊണ്ട് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഞാൻ ടിക്കറ്റ് പിന്നെ എടുത്തു വെച്ച ടിക്കറ്റ് ഒരു രക്ഷയില്ല. പിന്നെ രണ്ടാമത് വേറെ ടിക്കറ്റ് 28-ാം തീയതിക്ക് ബുക്ക് ചെയ്ത്. പിന്നെ ഒരു ദിവസം ഇങ്ങനെ പെങ്ങളെ മോനായിട്ട് ചാറ്റ് ചെയ്യുമ്പോഴാണ് അറിഞ്ഞത് നമ്മളെ ഈ സംഗമം 21-ലേക്ക് മാറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞ് ടിക്കറ്റൊക്കെ മാറ്റി. ഇതിൽ പങ്കെടുക്കാനുള്ള ആഗ്രഹത്തിൻ്റെ അത്രയും വലിയ ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ടിക്കറ്റൊക്കെ മാറ്റി ബുക്ക് ചെയ്ത് അൽഹംദുലില്ലാ അന്ന് അറ്റ്ലീസ്റ്റ് കുറച്ച് ആളുകളെങ്കിലും കാണാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായി. ഇത് ഇങ്ങനെ ഒരു സംഗമം യഥാർത്ഥത്തിൽ ഈ ലോകത്തേക്ക് മാത്രമല്ല, ഇത് പരലോകത്തേക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. സിലത്തുർ റഹ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കാര്യമായിട്ട് എണ്ണിയൊരു സംഗതിയാണ് കുടുംബബന്ധം ചേർക്കുക. അത് സാധാരണഗതിയിൽ പാവങ്ങളായ ആളുകളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ദീനിൽ നല്ലൊരു കാര്യമാണ്. അത് കുടുംബത്തിൽപ്പെട്ട പാവങ്ങളായ ആളുകളാണെങ്കിൽ അതിന് 2 കൂലിയാന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ കുടുംബത്തിൽ പരമാവധി സാധുക്കളായതും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ പരുവത്തിലുള്ള ആളുകളും ഉണ്ടാവും. ഇപ്പം ഇത്തരം ആളുകൾ നമ്മുടെ ഈ കൂട്ടായ്മ കൂടെ നമുക്ക് വലിയ സംഗതികൾ ഇത് ചെയ്യാൻ കഴിയും. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, മതസംഘടനകളിൽ വലിയ വലിയ നേതാക്കന്മാരുണ്ട്, പല പല കഴിവുകളുള്ള ആളുകളുണ്ട്. ഈ കഴിവുകളെല്ലാം കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒരു യുണൈറ്റഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഒരുപാട് റിസൾട്ട് ഉണ്ടാവും. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു സംരംഭം ശരിക്ക് നല്ല രൂപത്തിൽ പെടുന്ന അങ്ങോട്ട് തുടർന്ന് കൊണ്ടുപോകാൻ നമ്മുടെ എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണം എന്ന് എനിക്കൊരു അപേക്ഷ ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എന്തൊരു നല്ല കാര്യം ഒരാൾ ചെയ്യുമ്പോഴും ശൈത്താനോട് ഉറപ്പാത്തും. അത് നല്ല കാര്യത്തിൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശൈത്താൻ ഇവിടെ കയറി വരാൻ ഒരു അവസരം ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം എന്നുള്ളതാണ്. അതിനിപ്പോൾ ചെയ്യാൻ പറ്റാന്ന് ഓരോരുത്തരും ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയില്ല. എന്നെ കൊണ്ട് ഈ ഒരു പരിപാടിക്ക് എന്ത് ഗുണം ചെയ്യാൻ കഴിയും? അറ്റ്ലീസ്റ്റ് ഒരു ദോഷം ചെയ്യാക്കുക, അതെങ്കിലും കഴിയില്ല എല്ലാവർക്കും. അപ്പോൾ പരമാവധി ഇങ്ങനെ ഒരു സംരംഭത്തിന് എന്നെക്കൊണ്ട് എന്ത് ഗുണമാണ് ചെയ്യാൻ പറ്റുക എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇത് വലിയൊരു വിജയമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും എല്ലാവരും ആ രൂപത്തിൽ പിന്നെ മനസ്സുകൊണ്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കണം, മാത്രമല്ല പ്രവർത്തിക്കും വേണം. പ്രവർത്തനം പിന്നെ ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അത് നമ്മുടെ പാർലമെന്റിന്റെ മന്ദിരത്തിനകത്ത് കൂടി എഴുതി വെച്ച സംഗതിയാണ്. അത്രക്ക് വലിയൊരു വാക്കാണ് ആ വാക്ക്. കാരണം നമ്മൾ മാറുമ്പോഴേ സമൂഹം മാറുള്ളൂ. ഇത് മാറാൻ നമ്മൾ ഓരോരുത്തർ മാറണം. അപ്പം ഈ മാറ്റം മൊത്തത്തിലുള്ള മാറ്റമാകുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഇത് വലിയ മുതൽക്കൂട്ടായിരിക്കും. ഇതൊരു ശക്തിയാണ്. ശക്തി എന്ന് പറഞ്ഞാൽ ആരെ തോൽപ്പിക്കാനുള്ള ശക്തിയല്ല, മറിച്ച് നമ്മളെ കുടുംബങ്ങളെ സഹായിക്കാനുള്ള ശക്തി. അപ്പോൾ ഏതായാലും ഇത് വളരെ ഒരു നല്ല കാര്യമാണ്. ഇതിന് ഇറങ്ങി തിരിച്ച് പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ, ആമീൻ. മാത്രമല്ല ഈ ലോകത്തും പരലോകത്തും അതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനി പ്രത്യേകിച്ചൊന്നും എനിക്കിതിൽ പറയാനില്ല. ഇതിൽ ക്ഷണിച്ച് ഏതായാലും നിങ്ങളെ കാണാൻ ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഇതിൻ്റെ നമ്മുടെ കുടുംബങ്ങളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകമൊന്നുമില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഉപ്പമാരെ, സഹോദരന്മാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നമ്മുടെ ജീവിതത്തിൽ ഇത്ര സന്തോഷകരമായ ഒരു ദിവസം
ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ചെറുതും വലുതുമായ പ്രായം ചെന്നവരും പ്രായമില്ലാത്തവരുമായ എല്ലാവരെയും ഒരുമിച്ച് കാണുവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി. അത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് നാം കാണണം. പക്ഷേ അത് വെറും ഒരു പ്രഹസനമാക്കി മാറ്റാതെ ഇതിൻ്റെ പിന്നാലെ നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്തെല്ലാം എന്നിവിടെ നിങ്ങൾക്കറിയാം. വിദ്യാഭ്യാസപരമായിട്ടും മറ്റേതെല്ലാം വിധത്തിൽ നമ്മുടെ സമുദായത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തെ സമുദ്ധരിക്കാൻ നമുക്ക് സാധിക്കുമോ ആ കാര്യം നിർവഹിക്കുക, അതിന് സാമ്പത്തികമായും ശാരീരികമായും നാം കഴിയാവുന്നതെല്ലാം ചെയ്യണം എന്നുള്ള ഒരു ദൃഢ നിശ്ചയത്തോടു കൂടിയാണ് നാം ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. ഇത് വെറും ഒരു കൂടിപ്പിരിയൽ മാത്രമാക്കാതെ ഇതിൻ്റെ ഭാവി പരിപാടി വളരെ നല്ല നിലയിൽ കൊണ്ടുപോവാൻ ഈ കൂടിയ നമ്മളെല്ലാവരും സഹകരിക്കണം. പ്രത്യേകമായിട്ട് നമ്മുടെ ഈ ഇരിക്കുന്ന കാരണവന്മാർ, നമ്മുടെ ഈ കുടുംബത്തിൻ്റെ നായകന്മാർ, നമ്മുടെ ഈ കുടുംബത്തിൻ്റെ കടിഞ്ഞാൻ പിടിക്കുന്നവർ, ഇവർ ഈ കാര്യത്തിൽ വളരെ ശ്രദ്ധ ചെലുത്തണം. ഞാൻ അവരെ ഉപദേശിക്കാൻ അർഹനല്ല, ഞാൻ അതിന് കഴിവുള്ളവനുമല്ല. എന്നാലും പ്രായമുള്ളവർ മുന്നിൽ നിന്നുകൊണ്ട് മാതൃക കാണിച്ചു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ചെറുപ്പക്കാരും അതുപോലെയുള്ളവരും നമ്മുടെ കൂട്ടത്തിലുള്ള വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളും വിദ്യാഭ്യാസപരമായിട്ട് വളരെ പുരോഗതിയിൽ നിൽക്കുന്നവരും എല്ലാവരും നിങ്ങളുടെ പിന്നിൽ അണിനിരക്കുമെന്നുള്ള സത്യം നിങ്ങളുടെ മുന്നിൽ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുദീർഘമായ ഒരു സംസാരത്തിൻ്റെ സമയമല്ല ഇവിടെ. വളരെ വൈകിയ ഈ വേളയിൽ ഈ ഇരിക്കുന്ന എല്ലാവരെയും വളരെ ആദരവോടുകൂടി ആദരിച്ചുകൊണ്ട് അവർക്ക് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുപോലെ വീണ്ടും സംഘടിക്കാനും സംഗമിക്കുവാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ സെഷൻ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇന്ന് ഈ അവസാന ടൈമിലുള്ള ഈ നമ്മുടെ സെഷന് വളരെ വളരെ ശക്തി പറഞ്ഞ സെഷനാണ്. കാരണം നമ്മുടെ കാരണവന്മാരെ ആദരിക്കുക എന്ന ഈ സെഷനിലാണ് നമ്മളിന്ന് ഉള്ളത്, ഇപ്പോഴുള്ളത്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ കാരണവന്മാരെ സാധാരണ വൃദ്ധസാധനത്തിലേക്കും അല്ലെങ്കിൽ പ്രാന്താലയത്തിലേക്കുമൊക്കെ ആണ് സാധാരണ ആൾക്കാരെ അയക്കാറ്. അതാണല്ലോ നമ്മുടെ ഇന്നത്തെ സംസ്കാരം. അതുകൊണ്ട് ഇന്ന് നാം തുടങ്ങി വെച്ച ഈ സെഷന് വളരെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം കണ്ണു തുറപ്പിക്കാൻ പോകുന്നതാണ്. ഇതുകൊണ്ട് തന്നെ നാം ഈ സെഷനെ വളരെ പ്രത്യേകമായി തന്നെ പരിഗണിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ കാണാൻ കഴിയും, മല്ലം യർഹം സഗീറന വലം യുവഖിർ കബീറന വലൈസ മിന്ന. വീരാൻകുട്ടിയുടെ മകൻ ഉണ്ണിയൻകുട്ടി സാഹിബ് കല്ലറട്ടിക്കലിനെ ആദരിക്കുന്നത് നമ്മുടെ സംഘാടക സമിതിയുടെ സജീവ പ്രവർത്തകനും അധ്യാപകനുമായ MK മുഹമ്മദ് സഗീർ മാസ്റ്ററാണ്. സഗീർ മാസ്റ്ററെ ആദരിക്കാനും ഉണ്ണിയൻകുട്ടി സാഹിബിനെ ക്ഷണിക്കുന്നു. അടുത്തത് അരീക്കോട് മുഹമ്മദ് ഉണ്ണിക്കാക്ക. ആദരിക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മർഹൂം MT മുഹമ്മദ് സാഹിബിന്റെ മകൻ MT മുഹമ്മദ് അലി സാഹിബ് കിഴുപറമ്പ്. അരീക്കോട്ടെ നമ്മുടെ മുതിർന്ന അംഗമായ മുഹമ്മദ് ഉണ്ണിക്കാക്കയെ MT മുഹമ്മദ് അലി സാഹിബ് ആദരിക്കുന്നു.
അടുത്തത് അരീക്കോട്ടെ തന്നെ അബു കാക്ക. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി അബു കാക്ക. അടുത്തത് കീഴ്ശ്ശേരിയിലെ മുഹമ്മദ് ഹാജി ടീച്ചർ പടി. മുഹമ്മദ് ഹാജി ടീച്ചർ പടി. ഇദ്ദേഹത്തെ ആദരിക്കുന്നത് മർഹൂം മണ്ണിൽ തൊടി കുഞ്ഞിപ്പോക്കർ സാഹിബിൻ്റെ മകൻ വീരാൻകുട്ടി. ആദരിക്കാൻ വേണ്ടി MT വീരാൻകുട്ടിയെ ആദരപൂർവം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് കുഞ്ഞേങ്കുന്നത് മർഹൂം ഷേഖ് മുഹമ്മദ് ഹാജിയുടെ മകൻ MC ജലാലുദ്ദീൻ. അടുത്തത് കുഞ്ഞി മുഹമ്മദ് തനിയംപറമ്പ്. കുഞ്ഞി മുഹമ്മദ് സാഹിബ് തനിയംപറമ്പ് ആദരിക്കുന്നത് മർഹൂം കൊല്ലേറ്റ് അബൂബക്കർ ഹാജിയുടെ മകൻ MK അബ്ദുൽ ലത്തീഫ്. കൊല്ലേറ്റ് MK അബ്ദുൽ ലത്തീഫ് ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരിക. MK അബ്ദുൽ ലത്തീഫ്. വീരാനാജി കുത്തുപറമ്പ്. വീരാനാജി കുത്തുപറമ്പിനെ MK കുഞ്ഞി മുഹമ്മദ് സാഹിബ് ആദരിക്കുന്നു. വീരാനാജി കുത്തുപറമ്പ്. വീരാനാജി കുത്തുപറമ്പിനെ MK കുഞ്ഞി മുഹമ്മദ് സാഹിബ് ആദരിക്കുന്നു. MT മുഹമ്മദ് കുത്തുപറമ്പ്. MT മുഹമ്മദ് കുത്തുപറമ്പ്. MT മുഹമ്മദിനെ കുത്തുപറമ്പിനെ പാറമ്മൽ അഹമ്മദ് കുട്ടി സാഹിബ് ആദരിക്കുന്നു. പാറമ്മൽ അഹമ്മദ് കുട്ടി സാഹിബ് ആദരിക്കുന്നു.